വേടനെ ചവിട്ടി അരയ്ക്കാം, അയാളുടെ സർഗാത്മകതയെ, അയാളുടെ പ്രതിഭയെ അംഗീകരിച്ചുകൂടാ എന്ന് പറയുന്ന ന്യായം ഇവിടെ വലുപ്പമില്ല എന്ന് പറയാൻ ആർജവമുള്ള ഒരു സർക്കാർ കേരളത്തിലുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് കേരളത്തിൻ്റെ ഈ പറയുന്ന സാംസ്കാരിക പ്രമുഖരും മാധ്യമങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള ബഹിഷ്കരണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? സംസ്ഥാന സിനിമാ അവാർഡുകൾ പുറത്തു വന്ന പിന്നാലെ ഇത്തവണയും വിവാദമുണ്ടായി എന്നൊരു പരാമർശത്തിൽ കൂടി കടന്നു പോകാൻ കഴിയാത്ത വിധം ആപൽക്കരമായ ഉള്ളടക്കമുള്ളതാണ് ഇത്തവണത്തെ സിനിമാ വിവാദം. അതുകൊണ്ട് അതിൻ്റെ ആപത്തിനെക്കുറിച്ച്, ആ ഉള്ളടക്കത്തെക്കുറിച്ച് ജാഗ്രതയോടുകൂടി നമ്മൾ സംസാരിക്കാതിരുന്നുകൂടാ, ചർച്ച ചെയ്യാതിരുന്നുകൂടാ. മുമ്പും സിനിമാ അവാർഡുകൾ പുറത്തു വരുമ്പോൾ വിവാദങ്ങൾ, പരിഭവങ്ങൾ, പരാതികൾ, പദം പറച്ചിലുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ സ്വഭാവം വേറെയാണ്. ഒരു പക്ഷേ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ല മികച്ച ചിത്രം, മികച്ച ചിത്രത്തിലെ നടനല്ല മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത്, അല്ലെങ്കിൽ നടിക്കല്ല, ജനപ്രിയ ചിത്രം അതായിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സിനിമയ്ക്കുള്ളിലെ കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട്, ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അത് പല തലങ്ങളിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് അടങ്ങുകയും ചെയ്യും. പക്ഷേ ഇത്തവണത്തെ ചർച്ചയുടെയും വിവാദങ്ങളുടെയും പുകിലുകളുടെയും സ്വഭാവം കണ്ടോ? ഒന്ന് അത് ദളിത് വിരുദ്ധമാണ്, ഒന്ന് അത് മുസ്ലിം വിരുദ്ധമാണ്, ഒന്ന് പറയുന്ന കാര്യങ്ങളെ ആ വാക്കിൻ്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് മാറ്റി വിവാദമാക്കുന്ന CPM വിരുദ്ധമാണ്, ഇടതുപക്ഷ വിരുദ്ധമാണ്. അതിന് മൂന്നിനും കൃത്യമായ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഒന്നാമത് വേടനെ കുറിച്ചുള്ള പരാമർശം. വേടൻ എന്ന് പറയുന്ന റാപ്പർ ഗായകന്, റാപ്പർ നർത്തകന് മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡ് കൊടുക്കും. ആ വരികൾ മനോഹരമാണ്, ഒരു സർഗാത്മകതയുടെ മുദ്രയുള്ള വരികളാണ്. അത് കേൾക്കുന്നവർക്കും ആ വരികൾ വായിക്കുന്നവർക്കും മനസ്സിലാവും. പക്ഷേ കൊടുത്തത് വേടനായതുകൊണ്ട്, വേടൻ മുൻപ് ചില കേസുകളിൽ പ്രതിയായതുകൊണ്ട് വേടന് കൊടുത്ത അവാർഡ് പെൺകുട്ടികൾക്കെതിരാണ്, സ്ത്രീകൾക്കെതിരാണ്, അതുകൊണ്ട് സ്ത്രീ വിരുദ്ധമാണ് എന്ന് ജോയി മാത്യു മുതൽ ദീദി ദാമോദരൻ വരെയുള്ളവർ പറയുന്നു. ആ അവാർഡ് റദ്ദാക്കണം, കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. മമ്മൂട്ടി, ആസിഫ് അലി, സൗബിൻ ഷാഹിർ, ഫാസിൽ മുഹമ്മദ്, ഷംല ഹംസ, ഇങ്ങനെ മികച്ച നടനും പ്രത്യേക ജൂറി പരാമർശമുള്ള നടനും മികച്ച സിനിമയുടെ സംവിധായകനും അതുപോലെ നിർമ്മാതാവും, അങ്ങനെ പല തലങ്ങളിലുള്ള ഏതാനും പേർ മുസ്ലിങ്ങളാണ് എന്നതുകൊണ്ട് ഈ അവാർഡ് മുഴുവൻ ഇക്കമാർക്കാണല്ലോ എന്ന് പറയുന്നതിൻ്റെ ഒരു വളരെ വിശലിപ്തമായ ഉള്ളടക്കം. മൂന്നാമത്തേത്, ഞങ്ങൾ വേടന് പോലും കൊടുത്തില്ലേ എന്ന് സിനിമാ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതിൻ്റെ ആ വാക്ക്, വേടന് പോലും എന്ന് പറയുന്നത് വേടനെ അപമാനിക്കലാണ് എന്നുള്ള വ്യാഖ്യാനം. ഇതിൽ ആദ്യത്തെ തന്നെ നമുക്ക് ആദ്യം പറയാം. എന്താണ് വേടന് മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡ് കൊടുത്തത്? വേടൻ്റെ സ്ത്രീവിരുദ്ധ കേസുകളെ, വേടനെതിരായ റേപ്പ് കേസുകളെ നമ്മളൊരു കാരണവശാൽ ന്യായീകരിക്കുന്നില്ല. പക്ഷേ നിലവിൽ വേടൻ ജാമ്യത്തിൽ നിൽക്കുകയാണ്. ഒരാൾ അയാളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള അവാർഡാണോ സിനിമാ അവാർഡ്? അതിൻ്റെ മൂല്യനിർണ്ണയം നടത്തിയിട്ടാണോ സിനിമ അവാർഡ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവാർഡ് കൊടുക്കുന്നത്? മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡ് ആ ഗാനം നന്നായതുകൊണ്ടുള്ള അവാർഡാണ്. അത് വേടൻ ചെയ്ത മറ്റെല്ലാ കുറ്റകൃത്യങ്ങളും ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളും അയാൾക്കെതിരെ കേസുകളും റദ്ദ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് അല്ല, അതിനുള്ള അംഗീകാരവുമല്ല. ജാമ്യത്തിലുള്ള പ്രതിക്ക് കോടതി കൊടുത്ത ആനുകൂല്യമാണ് ജാമ്യം. ജാമ്യം എന്ന് പറയുന്നത് പ്രതിയുടെ അവകാശമാണ്, ഏത് കേസിലും ആണല്ലോ. കോടതി കൃത്യമായി വാദം കേട്ട് നീതിബോധത്തോടുകൂടി എടുക്കുന്ന തീരുമാനമാണ് ജാമ്യം. അങ്ങനെയുള്ള ഒരാൾക്ക് അയാൾ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ആഴം കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ കുറ്റപത്രം കൊടുത്ത് വിചാരണ നടത്തി അത് കോടതി തീരുമാനിക്കും. ശിക്ഷ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുക്കും, അത് വേറൊരു വശമാണ്. പക്ഷെ അയാൾ എഴുതിയ പാട്ടിന്, ആ വരികൾക്ക് അവാർഡ് കൊടുത്തുകൂടാ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ എത്രത്തോളം നിലനിൽക്കും എന്നുള്ളതാണ്. ഒരു കാര്യം ചോദിക്കട്ടെ,
PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നൊരു നേതാവിനെ നമുക്കെല്ലാം അറിയാം. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ മുൻപ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. പലവട്ടം സംസ്ഥാന നിയമസഭാംഗമായിട്ടുണ്ട്. ഇപ്പോൾ നിയമസഭാംഗമാണ്. നിയമസഭാ ഉപനേതാവാണ് പ്രതിപക്ഷത്തിൻ്റെ, UDFൻ്റെ. പലതവണ മന്ത്രിയായ ആളാണ്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു പെൺകുട്ടിയുടെ, ഒരു സ്ത്രീയുടെ, അവരുടെ പേര് ഇരയായതുകൊണ്ട് പേര് പറയുന്നില്ല, അതിഭയങ്കരമായ വെളിപ്പെടുത്തൽ വന്നു. ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനൽ ആദ്യം പുറത്തുവിട്ട വെളിപ്പെടുത്തൽ പിന്നീട് ചാനലുകളും മാധ്യമങ്ങളും എല്ലാം ഏറ്റെടുത്തു. കേരളത്തിൽ കൊടുങ്കാറ്റുണ്ടായി. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെച്ച് പോകേണ്ടി വന്നു. ആ ഇരയുടെ വീട്, തെളിവായ സ്ഥലം പോലും, അതിന് താമസിപ്പിച്ച സ്ഥലം പോലും ഇടിച്ചു നിരത്തി തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയുടെ അന്നത്തെ വലം കൈയായിരുന്ന ആളാണ്, റഊഫ് ആണല്ലോ. അത് മാധ്യമങ്ങൾ മുഴുവൻ കവർ ചെയ്തതാണ്, വലിയ വാർത്തയായതാണ്, വലിയ ചർച്ചയായതാണ്. ആ കേസിൽ മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ സുപ്രീം കോടതി വരെ പോയതാണ്. കേസ് ഇല്ലാതായിട്ടില്ല. കേസ് ഒരർത്ഥത്തിൽ VSൻ്റെ അനാരോഗ്യമൊക്കെ വന്നതുകൊണ്ട് കേസ് നീണ്ടു പോവുകയും അവിടെ അങ്ങ് ഫ്രീസിലായ പോലെ ഫ്രീസായി കിടക്കുകയും ചെയ്തതാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് കേരളത്തിൻ്റെ ഈ പറയുന്ന സാംസ്കാരിക പ്രമുഖരും മാധ്യമങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള ബഹിഷ്കരണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും അത് കഴിഞ്ഞ് പലവട്ടം മത്സരിച്ചില്ലേ? MPയും MLAയും ആയില്ലേ? പ്രതിപക്ഷ ഉപനേതാവായില്ലേ? അടുത്തവണ UDF എങ്ങാനും വന്നാൽ അദ്ദേഹം മന്ത്രിയായിരിക്കില്ലേ? ഇവരൊക്കെ കാറിന് ഉറ കയറി നിന്നിട്ട് അദ്ദേഹം മത്സരിക്കാൻ പാടില്ല, മന്ത്രിയാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അന്നും ചെയ്തിട്ടുണ്ട്, ആ കാലത്ത് മാത്രം. ആയുഷ്കാല വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല, അത് സാധ്യവുമല്ല. പക്ഷേ ഇഷ്യൂസ് ഉണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ കഴിയും. ചിലരുടെയെങ്കിലും ഗുരുതരമായ തെളിവുകളുള്ള കാര്യങ്ങളുമാണ്. ഉദാഹരണം പറഞ്ഞതാണ്. വേണൻ ദളിതനായതുകൊണ്ട്, വേണൻ പാർശ്വവൽക്കൃതനായതുകൊണ്ട് വേണനെ ചവിട്ടി അരയ്ക്കാം, അയാളുടെ സർഗാത്മകതയെ, അയാളുടെ പ്രതിഭയെ അംഗീകരിച്ചുകൂടാ എന്ന് പറയുന്ന ന്യായം ഇവിടെ വലുപ്പമില്ല എന്ന് പറയാൻ ആർജവമുള്ള ഒരു സർക്കാർ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് പ്രധാനം. അതിനോട് ചേർത്താണ് സജി ചെറിയാൻ്റെ പരാമർശം പറയേണ്ടത്. വേണന് പോലും ഞങ്ങൾ കൊടുത്തില്ലേ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുന്ന, ആട്ടിയെ കയറ്റാൻ ശ്രമിക്കുന്ന, ചവിട്ടി തേക്കാൻ ശ്രമിക്കുന്ന വിഭാഗത്തിൽ നിന്നുള്ള വേണനെ പോലും ഞങ്ങൾ നിങ്ങളെ അവഗണിച്ചുകൊണ്ട് കൊടുത്തില്ലേ എന്ന് പറയുമ്പോൾ അത് സർക്കാരിൻ്റെ മന്ത്രിയുടെ ഔദാര്യമല്ല. ആ കൊടുത്തത് ജൂറിയുടെ കൃത്യമായ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ആ മെറിറ്റിനെ കുറിച്ചാണ് മന്ത്രി പറഞ്ഞത്, സിനിമാ മന്ത്രി പറഞ്ഞത്. വേണന് പോലും എന്ന വാക്കിൽ പിടിച്ച് അതിനെ വിചാരണ ചെയ്യുന്നതും നെഗറ്റീവായി വിചാരണ ചെയ്യുന്നത് മോശമാണ്. മുമ്പ് കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞിട്ട് പുലിവാല് പിടിച്ച് കസേര പോയ, മന്ത്രിപ്പടി പോയ ആളാണ് സജി ചെറിയാൻ. അതുപോലും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് വ്യാഖ്യാനിച്ച് വഷളാക്കുകയായിരുന്നു. അത് കോടതി തന്നെ പിന്നീട് കണ്ടെത്തിയുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം കൂടി പറയുമ്പോൾ മനസ്സിലാവും ഈ സജി ചെറിയാൻ്റെ വാക്കിൽ പിടിച്ച് വിവാദം ഉണ്ടാക്കുന്നത് എത്രയോ അർത്ഥരഹിതമാണ് എന്ന്. അത് മമ്മൂട്ടി അടക്കമുള്ള വലിയ പ്രതിഭകൾക്ക് അവാർഡ് കൊടുത്തതിനൊപ്പം ജാതിയോ മതമോ ഒന്നും ഒരു ഘടകമേ അല്ലാത്ത വിധത്തിലാണ് എല്ലാ അവാർഡ് നിർണ്ണയങ്ങളും കേരളത്തിൽ നടക്കുന്നത്. ബാക്കി എത്ര പേർക്ക് കൊടുത്തിരിക്കുന്നു? ഇപ്പം പ്രത്യേക ജൂറി പരാമർശം തന്നെ നോക്കിയാൽ അത് ആസിഫ് അലിക്ക് മാത്രമാണോ? ജ്യോതിർമയിക്കില്ലേ? ദർശനാരായണനില്ലേ? മികച്ച സിനിമയുടെ സംവിധായകൻ ചിദംബരം മുസ്ലിമാണോ? അങ്ങനെ ചർച്ച ചെയ്യാൻ പാടുണ്ടോ? അത് മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ ചിദംബരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. 10 അവാർഡുകളുണ്ട് ആ സിനിമയ്ക്ക്, അവരെല്ലാം മുസ്ലിങ്ങളാണോ? അങ്ങനെ ചർച്ച ചെയ്യുന്നത് എത്രത്തോളം അപകടകരമാണ്, എത്രത്തോളം വർഗീയമാണ്. അങ്ങനെ പറയുന്ന ആളുകൾ കേരളത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയമായോ സാമുദായികമായോ സാംസ്കാരികമായോ അക്കാദമികമായോ സംഭാവനകൾ ചെയ്തിട്ടുള്ളവരാണോ? അല്ല, അവരുടെ സംഭാവന ഈ കുത്തിത്തിരിപ്പ് മാത്രമാണ്. ഈ വിഭാഗീയത ഉണ്ടാക്കൽ, ആളുകളെ വർഗീയമായി സ്വീകരിച്ചിരിക്കൽ, അതുമാത്രമാണ് അവരുടെ സംഭാവന. ആ സംഭാവന ചെയ്യാനുള്ള അവരുടെ മടിയില്ലായ്മയ്ക്ക്, ഉളുപ്പില്ലായ്മയ്ക്ക് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം പാകമായി തുടങ്ങിയോ എന്നുള്ള പേടിയാണ് നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെ പാകമായിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കാനെങ്കിലും ശക്തമായ എതിർപ്പ്, പ്രതിഷേധം, ജനാധിപത്യപരമായ എതിർപ്പ് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഈ 3 വിവാദങ്ങളാണ്, 3 ചർച്ചകളാണ് ഇത്തവണത്തെ
മലയാള സിനിമ അവാർഡിൻ്റെ തുടർ ചലനങ്ങൾ. ഈ തുടർ ചലനങ്ങളിൽ മേയറിനെതിരായ ഈ കാടിളക്കലും മന്ത്രിക്കെതിരായ കാടിളക്കലും അവസാനിപ്പിക്കുക എന്നുള്ളത് ജനാധിപത്യപരമായ ഉത്തരവാദിത്തമാണ്. എന്തിനാണ് ഇങ്ങനെ ആളുകളെ വേട്ടയാടുന്നത്, പരസ്പരം കണക്ട് ചെയ്ത് വേട്ടയാടുന്നത്? ഒരു വിഷയം ആ വിഷയമാണ്, വേറൊരു വിഷയം വേറൊരു വിഷയമാണ്. പക്ഷേ വർഗീയമായി കേരളത്തെ സിനിമ അവാർഡിൻ്റെ പേര് പറഞ്ഞു പോലും ചെരിതിരിക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടില്ലെന്ന് നടിക്കുകയോ അവർക്കെതിരായ പ്രതിഷേധങ്ങൾ പേരിന് മാത്രമാക്കുകയോ ചെയ്യുന്നതിനെ നമ്മൾ ഭയപ്പെടണം, വിമർശിക്കണം, അതിനെതിരായ പ്രതിഷേധം ശക്തമാക്കുകയും വേണം. അതാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.